telling your folks that you are started library. തേനിശൽ പാടാം ഞാൻ മുത്തേ മുന്താസേ തേടി വരുന്നു ഫർസാൻ ഡോക്ടർ ഷീൻ ഫറാദ് ഹായ് ദർശിനി ഹായ് മിഷാൽ ബിന്ദു ഷഹീദ് റുബീർ അസൈന പാതിരാമുല്ലകൾ പൂക്കും യമുനാറിൻ തീരത്ത്. ദർശിനി എവിടെ? ഹോസ്പിറ്റൽ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. പാതിരാമുല്ലകൾ പൂക്കും യമുനാറിൻ തീരത്ത്. അസ്സലാമലൈക്കും. ദർശിനി അയ്യോ. ഡോക്ടർ ഷീ നിസ എമൻ ഷിഫാന ഷിബു ഷാൻ അഫ്സാൻ അസ്ഫാൻ സൗണ്ട് അറിയില്ലേ? സൗണ്ട് പോയി. ഹസീന ഹംസ ഫറാദ് ഹബീബ് ഫാത്തിമ ഏഴാം ബഹറിനടിയിലൊളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിനെ. സഹീറ സുഖം. ഏഴാം ബഹറിൻ ഹസീന ഹംസ ഹായ് റുമൈസ മുനീഷ ഇപ്പോൾ എവിടെ? ഹോസ്പിറ്റൽ. ഫത്തിമ ഞാനേ ഓരോ ചാറ്റൊക്കെ ഇങ്ങനെ പുറത്ത് വിടുമ്പോൾ പലർക്കും പൊള്ളി തുടങ്ങുന്നുണ്ട്. എന്താല്ലേ? ഫത്തിമ ബി ഹായ് സഹീറ ഹായ് ഷബ്നം പ്ലീസ് ഫോളോ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. സഹീറ സുഖമാണ്. ഓ ഷബ്നം ഹായ് സുഖമാണോ ഷാലു? ബെട്ട പനിയല്ല, തൊണ്ടവേദന. പനി ഉണ്ടായിരുന്നു, പക്ഷെ പനി ഇപ്പോൾ പോയി. തൊണ്ടവേദന അത്രയേ ഉള്ളൂ. തൊണ്ടവേദന. ചോർത്തി ഒരു മിനിറ്റ്. അനീസൻ ഓഫ് യുവർ വോയിസ് ക്യൂട്ടായതുകൊണ്ടാണ് പൊന്നെ സൗണ്ടൊക്കെ പോയത്. കണ്ണു വെച്ചിട്ട് പൊള്ളട്ടെ, നല്ലോണം പൊള്ളണം. അതാണ് നല്ലോണം പൊള്ളണം. ഒരു അറ്റ്ലീസ്റ്റ് ഒരു നാണം മാനം ഇല്ലല്ലോ. നിങ്ങൾ കണ്ടില്ലേ, പറഞ്ഞത് തന്നെ ഓൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പുറത്തു വിട് എന്ന് പറഞ്ഞിട്ട് പോലും ഓൻ മിണ്ടുന്നില്ല. ഓനക്കതിനക്കല്ല. ഓന് പറയുന്നതാണ് സത്യം. ഓൻ പറയുന്ന സത്യം എല്ലാവരും കേട്ടാൽ മതി. ഓനാണ് തമ്പ്രാൻ. ഓൻ പറയും. അപ്പോൾ നമ്മൾ തമ്പ്രാന്ന് പറഞ്ഞിട്ട് കുനിഞ്ഞ് നിൽക്കണം. അതാണ് ഓൻ്റെ ക്യാരക്ടർ. എന്നിട്ട് ഓൻ പറയും ഞാൻ തിരൂരുണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം 4:30 മണിക്ക് 7 മണിൻ്റെ വീഡിയോ എടുത്ത് വിട്ടു. എന്തെല്ലാം കാണും. ഡ്യൂട്ടി ടൈം. ഫുഡ് കഴിച്ചിട്ടില്ല. 4:30ക്ക് വീഡിയോ ഇടുന്നത്. അതെ മാഷാ ആയിഷ ഹലോ. അപ്പോൾ എന്തെല്ലാം സൗണ്ട് പെട്ടെന്ന് വരട്ടെ. ഇൻഷാ അല്ലാഹ് സൗണ്ട് വരും. ഞാനേ മഴ എല്ലാം കൊണ്ടിരുന്നു. പിന്നെ ഒരു ജ്യൂസ് കുടിച്ചിരുന്നു. ജസ്നാഷ ഒരു ജ്യൂസ് കുടിച്ചു. അതിൽ സൗണ്ട് ആകെ പോയി. ആശ സുബ്രഹ്മണ്യം, മറിയ തോമസ്, ഷെയ്സ മുഫീദ്, ആശ സുബ്രഹ്മണ്യം ഹായ്. അപ്പോൾ ഓൻ പറയുന്ന മുഴുവൻ നമ്മൾ തുപ്പലം പിടിച്ച് വീഴുങ്ങണം. അല്ലാണ്ട് നമുക്ക് പറയാനുള്ള ഗ്യാപ്പില്ല. ഓൻ പറയുന്നിട്ടില്ല പുതിയ കേസ് വരുന്നുണ്ട്. ഇവരെങ്ങനെ കേസ് ഉണ്ടാക്കുന്നത്?
പെൺകുട്ടികൾക്ക് വിളിക്കുക, വിളിച്ചിട്ട് പറയുക അങ്ങനെയാണ് ഇങ്ങനെയാണ് കേസ് കൊടുക്കുക, അങ്ങനെ ഉണ്ട്, അങ്ങനെയാണ് കേസ് ഉണ്ടാക്കുന്നത്. ഹായ് ജസ്ന ഷാ, എന്തെല്ലാം കാണണം പഠിച്ചാണ്, എന്തൊക്കെ നേരിടണം. ഫസീല ഷഫീർ ഹായ്. ഏഴാം ബഹറിനടിയിൽ ഒളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും പൊന്നു സബ്സ സിയാദ് 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 സിയാദ്. ഏഴാം ബഹറി, സ്വന്തം ചോരനെ തൊടുമ്പോൾ അവർക്ക് നല്ലോണം പൊള്ളുന്നുണ്ട്, മനസ്സിലായോ? സ്വന്തം ചോരനെ തൊടുമ്പോൾ അവർക്ക് പൊള്ളുന്നുണ്ട്, പൊള്ളണം. അപ്പോഴാണ് മറ്റുള്ളവരുടെ ഫാമിലിനെ തൊടുമ്പോഴുള്ള ഫീലിംഗ് എന്താണെന്നുള്ളതാണ് അറിയുള്ളൂ. ഒന്നും അറിയാത്ത നിരപരാധികളെ വിളിച്ചിട്ട് വീട്ടിലുള്ളവരെ പിടിച്ചിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് ഇതോടുകൂടി നിൽക്കണം. അതിനും കൂടി വേണ്ടിയിട്ട് പിന്നെ അവൻ്റെ കുറച്ച് ചാറ്റുകൾ വേണമായിരുന്നു, അതും കിട്ടി. സോങ് സൂപ്പർ, മാഷാ അല്ലാഹ്, താങ്ക് യു. ആര്യാക്ക സുരേഷ് കിങ് കുരു. ഏഴാം ബഹറിനടിയിൽ ഒളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിയിലെ ഒന്നും രണ്ടാണ് നമ്മളൊന്നും ഒന്നാണ് എന്നെ വിട്ട് പോകാതെ ഫാത്തിമ. കുഞ്ഞു സബ്സലായി. റജിയാസ്, അവൻ പണി കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഓന് സാധാ കോൾ വിളിക്കുന്നില്ല, വാട്സപ്പ് കോൾ മാത്രമാണ്. എനിക്ക് പൊട്ടറല്ല, വാട്സപ്പിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്താൽ പോരെ. നമ്മൾ ഒറിജിനൽ ഫോണിൽ വിളിക്കണത്, ഫോൺ ഓഫാക്കിയ വേറെ കേസിന് അവനെ പിടിക്കുന്നു എനിക്കറിയാം. കോഹില, അവന്തിക അതീഷ് ഹായ്. മുഫി മൂസ ഹലോ 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 ഹലോ. നിഹാൽ ഫാത്തിമ ഹഫീദ്. കൊഞ്ചി കൊഞ്ചി ചാര വന്നു നീ മനസ്സറിഞ്ഞ പെണ്ണ് നീ. റെയിൻ ഡ്രോപ്പ് ഷിഫാലി. സജ്ന സജ്ന സി. മേലെ മാനത്തമ്പിളി പാടിയ രാവ്. ദേഷ്യമുണ്ടോടാ? എന്തിന് ദേഷ്യം? ക്വൈറ്റ് നാച്ചുറൽ. അതൊക്കെ സംതിങ് പേഴ്സണൽ, അതിനൊക്കെ നല്ല ദേഷ്യം വരുന്നത്. അസ്റുദ്ദീൻ ഷെഫ്സ് ആൻഡ് റിക്വസ്റ്റ് ലൈവ് വീഡിയോ. അസ്റുദ്ദീൻ അതാണ്. ലുലുമാവ് നിഷാദാൻസ്. ഏഴാമ്പുറവും കടന്നു ജോമോൻസൺ ലിയാറി സീനത്ത് അല്ലേ? ഭയങ്കര അസ്റുദ്ദീൻ ഷെഫായി ലുലുമാളുള്ള ഷെഫായിട്ട് ലുലുമാളുടെ പോട്ട് അസ്റുദ്ദീൻ അതൊക്കെ സ്റ്റോറി കണ്ടിട്ട് എന്താ പതിനായിട്ട് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? അസരിച്ച് ഞാൻ എത്ര ഓപ്പൺ ആയിട്ട് അങ്ങനെ വെല്ലുവിളിക്കുന്നതിനെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തോരം തെളിവ് നമ്മളെ കയ്യിലുണ്ടാവും. പൊട്ടനല്ലാതെ ജയിലിൽ വന്നിട്ട് കാണും. എനിക്കും കൂടി സമ്മതം ഉണ്ടെങ്കിലല്ലേ കാണിച്ചു കൊടുക്കുള്ളൂ. ജയിൽ സൂപ്രണ്ട് വിചാരിച്ചാൽ മതി കാണാൻ. എന്നാലും എനിക്ക് എന്റേതായ ഇഷ്ടമുണ്ടെങ്കിലേ കാണാൻ പറ്റും. മനസ്സിലാക്കിയത് എനിക്കും കൂടി താല്പര്യം ഉണ്ടെങ്കിലല്ല ആ പൊട്ടനിലെ കാണാൻ പറ്റുള്ളൂ. മോയന്തല്ലേ ശരി, ഭൂലോകം മോയന്താണ്. മേലെ മാനത്തമ്പിളി പാടിയ രാവു ഏഴാം ബഹറും കടന്നു വരുന്നുണ്ട്.
Tesni Jas. Rufi. Hi. Fancy Jas. Mia News. എന്താണ് കയ്യൊക്കെ കുത്തി കാണിക്കുക? നിങ്ങളെ പേര് ഇപ്പോഴും എനിക്ക് വായിക്കാൻ പറ്റില്ല. എന്താണ് റെയിൻ റൂബിയോ? എന്താണ് ശരിക്കും പേര്? ഷിബ്ല ജെയ്സ്. പാട്ടുവ. എന്തിനാ അത് ട്രോളാക്കാൻ? നഫ്സീൻ. ഹായ്. കഴിച്ചോ? കഴിച്ചിട്ടില്ല. മരുന്ന് വെച്ചതിന് ശേഷം ഞാൻ കഴിക്കും. ജുനൈബ് മോൻ. എവിടെയാണ് മിസ്സിസ് ജുനൈബ് മോൻ? ഹസീന. ഹായ്. എന്തെല്ലാം കാണുന്നല്ലോ അടച്ചോനെ. നിന്റെ പാട്ടും നിന്റെ സന്തോഷം കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതാണ് അവന്റെ തൊഴിൽ. അള്ളാഹുവിൽ വിശ്വസിക്കണം. വോയിസ് ഓവർ പൊളിയാണ്. താങ്ക്സ് താങ്ക്സ് താങ്ക്സ്. എന്റെ വീട് എവിടെ? ജുനൈദ് ജുനൈ. എല്ലാം സത്യങ്ങളായി നിഷാൽക്കു തന്നേ. എന്റെ പൊന്നാര മോനെ ഒരു കാര്യം പറയട്ടെ. എന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ എന്റെ കൂടെ ജുനൈദ്. ഹൗ ആർ യു നസീർ? ഫൈൻ. നിങ്ങളെവിടെ? ഹോസ്പിറ്റലിലാണ്. പാതിരാമുല്ലകൾ പൂക്കും യമുനാറിൻ തീരത്ത് പൂവേ നീ പോരാമോ? തേനിശൽ പാടാം ഞാൻ മുത്തേ മുന്താസേ തേടി വരും നിങ്ങൾ. ആ കുവൈറ്റ് ഇടുക്കി ഇപ്പൊ കുവൈറ്റ്. നിശാൽക്ക് തന്റെ ഫാൻസ് മണപ്പുറം പെരുന്നു. പിസ പത്തി പിസ ഞാനൊന്നല്ല ആടാക്കി കഴിഞ്ഞാല് കാതർ കരിപ്പൊടി നിന്നെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പറയാൻ കഴിയും. ഫേസ് കാണിക്കണ്ട. നമുക്കൊന്ന് ഓപ്പൺ ആയിട്ട് ഇതിലൊന്ന് ആഡാക്കി കഴിഞ്ഞാൽ പറയാനുള്ള സാവകാശം ഉണ്ടോ? വീട്ടിലാരെങ്കിലും ഉണ്ടോ? പറ്റുമോ? അന്ന് ഈ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്ന് പബ്ലിക്കായിട്ട് പറയാൻ എന്നെക്കൊണ്ട് പറ്റുമോ? പനി മാറിയിരുന്നു. പനി മാറി, പക്ഷെ കഫ്ക നമുക്കൊന്ന് പബ്ലിക്കായിട്ട് പറയാൻ പറ്റുമോ? സാധാരണ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്ത വീട്ടുകാരെ നോക്കി കിടക്കും. ഹിന്ദി ഹിന്ദി പറയാൻ പറ്റുമോ? ഞാൻ ഈസൊക്കെ ഒന്ന് ഓളൊന്ന് ആഡാക്കുന്നു. അപ്പൊ കാതർ കരിപ്പൂടി എന്താണ് ഇവിടെ വിളിച്ച് പറഞ്ഞത് എന്നുള്ളത് ആ പെൺകുട്ടി നോക്കാനായിട്ടുണ്ട്. ഫേസ് കാണിക്കണ്ട. ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. ഞാൻ ഹോസ്പിറ്റലിലാണ്. ഹലോ. ഹലോ. ഫേസ് കാണിക്കണ്ട. ഫേസ് കാണിക്കണ്ട. ക്യാമറ നോക്കണം. പറ. അന്ന് കാതർ കരിപ്പൂടി എന്നെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? അന്ന് എന്നോട് പറഞ്ഞേ കേസ് കൊടുക്കാൻ വരുമോ? എന്തെങ്കിലും എന്ത് കേസ് കൊടുക്കാൻ വേണ്ടിട്ടാ പറഞ്ഞു? പോസ്കോ കേസ്. പോക്സോ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ? എന്തിന്റെ അടിസ്ഥാനാന്ന് ചോദിച്ചിരുന്നില്ല അപ്പൊ? എങ്ങനെ? എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കണം എന്നുള്ളത് ചോദിച്ചിരുന്നില്ലേ? അത് എന്നോട് പറഞ്ഞേ എന്താ സീനാവൂലല്ലോ പറഞ്ഞാല്? ഇല്ല ഓപ്പൺ ആയിട്ട് അത് എന്നോട് പറഞ്ഞേ നിങ്ങളെ പേരില് കേസ് കൊടുത്താല് പൈസ തരാം. എത്ര പേരാന്ന് പറഞ്ഞേ? അതൊന്നും പറഞ്ഞില്ല. ഒരു 20,000 പുറത്ത് തരാന്നൊക്കെ പറഞ്ഞേ. 20,000 പുറത്തോ? 20,000 പുറത്ത് തരാന്ന് പറഞ്ഞേ. അപ്പൊ ഈ ഒരു പെണ്ണിനൊക്കെ ഒരു പോക്സോ കേസ് ഒക്കെ കൊടുക്കണമെങ്കിൽ റൂമും കാര്യങ്ങളൊക്കെ വേണ്ടേ? അതൊക്കെ ആര് സെറ്റ് ചെയ്യുന്ന പറഞ്ഞു? അതൊക്കെ അവര് ചെയ്യുന്ന തോന്നണം. അവര് അതിനെ പറ്റി പറഞ്ഞില്ല. അവര് വിളിക്കുമ്പോ അവര് വരുമോന്ന് ചോദിച്ചു. അല്ല, പെണ്ണുങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു.
ആ ഒരു പെണ്ണ് വിളിച്ചിരുന്നു, പിന്നെ ബിഗ് ബോസ് രണ്ടുപേര് വിളിച്ചിരുന്നു. ആരാ ബിഗ് ബോസിലുള്ള? ഒരു മുടിയൊക്കെ ചുരുണ്ട മേടിച്ച ഒരാളില്ലായിരുന്നോ? സായി ആണോ? സായി സായി. എനിക്ക് കറക്റ്റ് പേരറിയില്ല, എനിക്ക് രണ്ടുപേരും വിളിച്ചിരുന്നു. അപ്പൊ ഇതിന് പിന്നിൽ ഇങ്ങനൊക്കെ ഒരു കളിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഞാനിപ്പോ എന്തിനാ ആഡ് ആക്കിപ്പിച്ചെന്ന് അറിയോ? ഞാൻ അല്ല, എന്റെ പേരിൽ കേസ് കൊടുത്ത 20,000 റുപ്യ തരെങ്കിൽ ഞാൻ പോയി കിടക്കുമായിരുന്നല്ലോ. ഒരു 10 കേസ് തലയിലിട്ടാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ കൊടുക്കാൻ നിക്കല്ലോ, ഇപ്പൊ ഇന്നൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിന്? ഈ എന്നെ കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? ഞാൻ കണ്ടതെങ്ങനെ ബൈക്കേറ്റ് തിരൂരിൽ കൂടി പോകുന്ന കണ്ടിരുന്നു. കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും എന്നോട് ഒരു മോശമായിട്ടുള്ള ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ എന്റെ ഭാഗത്ത് നിന്ന് എന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്? ഏയ്, എനിക്ക് അറിയും കൂടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും കൂടില്ല. പിന്നെ അന്നെ എങ്ങനെ കമന്റ് കണ്ടിട്ടാണോ വിളിച്ചേ? കമന്റ് കണ്ടിട്ടായിരിക്കും. ഞാൻ എപ്പോഴും ലൈവിലും ഇതിലൊക്കെ കേറുന്നോണ്ട് ആ ആ ആ ആ. അതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അന്നെ നേരിട്ട് കാണണമെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അവര് പറഞ്ഞു അവര് വിളിക്കുന്ന ടൈമില് വരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ കേസ് കൊടുത്താല് പൈസ തരാന്ന് പറഞ്ഞു. 20,000 റുപ്യ? ആ, എന്തായാലും താങ്ക്സ്. ഓക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കരുത്. ഓക്കെ. ശരി. ആ, ശരി. അവിടുന്ന് കട്ടാക്കിക്കോ. ഇതൊന്നും കട്ടാക്കൽ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയൂല. അതെനിക്കും അറിയില്ല. എങ്ങനെയാണ് കട്ടാക്കി കിടക്കുന്ന ഒരാളേക്കിട്ട് അങ്ങോട്ട് ആടാക്കി. ഞാൻ ശ്രമിക്കാം. വേറെ ആരെങ്കിലും വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു? അജി, ഇത് കട്ടായി അറിയോ? ഈ കോള് കട്ടായി അറിയോ? ദൈവം പറയടാ. ഫോൺ എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എങ്ങനെയാണ് എന്റെ പേരിൽ ആധാർക്കരിപ്പൊടി കേസ് ക്രിയേറ്റ് ചെയ്യണമെന്ന്. ഞാനിത് ആഡാക്കണം. ഇനിയുണ്ട് ഒരാളും കൂടി, പക്ഷെ ഒരാൾ ഹോസ്പിറ്റലിലാണ്. സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ. ഇതിലും ഭേദമൊക്കെ ആധാർക്കരിപ്പൊടിക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല സെപ്റ്റി ടാങ്കിൽ കൈയിട്ട് വാരി തിന്നുന്നൊക്കെ പറഞ്ഞ രുചി കൂടും. ഇതിനെക്കാട്ടി രുചി കൂടും. ഒരു എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടികളെ വിളിച്ച് പൈസ കാട്ടാൻ കളിക്കുക. എന്താ അടിസ്ഥാനമാണ് ഇതൊക്കെ? ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കും. കാരണം ഒരു രണ്ട് ചുമര് ഒഴിച്ചിട്ട് ഒരു പേര് വെച്ചിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇന്നൊരാൾ വന്നു, നാളെ ഞാൻ വേറെ ആളെ കൊണ്ടുവരുന്നത്. അന്ന് മൂന്നാളെ കയറ്റണമെന്ന് വിചാരിച്ചപ്പോ ഒരാളും കല്യാണത്തിന്റെ തിരക്കിലാണ്, ഒരാൾ ഉമ്മാനൊക്കെ ഹോസ്പിറ്റലിൽ. ഞാനത് ആഡ് ആക്കണമെന്ന് വിചാരിച്ചാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്റെ പേരിൽ എങ്ങനെയാണ് കരിപ്പൊടി കളിക്കുന്നത് എന്നുള്ളത് മനസ്സിലായോ? എന്തെല്ലാം രീതിയിലാണ് പ്രശ്നങ്ങളാണ് എന്റെ പേരിൽ പടച്ചു വിടുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവനെ തകർക്കാൻ ഒരാളെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ സത്യങ്ങളൊന്നും പുറത്തു വരുന്നു. നുണകൾ മാത്രം പറഞ്ഞ് ബോധിക്കുക എന്നുള്ളതാണ് എന്റെ മെയിൻ പോയിന്റ്സ്. ഈ ലൈവ് ഞാൻ പോസ്റ്റ് ചെയ്യും. ലൈവിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. കാരണം കാണണം, എല്ലാവരും കാണണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി കാണണമെന്ന് ഞാൻ ഒരിക്കലും പറയാം. ഞാൻ ന്യായീകരിക്കാനും ഞാൻ വന്നിട്ടില്ല. ഞാൻ ഇത് എന്തിനാ വന്നിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ എന്നെ പോലെ നിങ്ങളെ വീട്ടിലും ഓൻ കയറി വരും. നിങ്ങളെ ഉമ്മാനും ഉപ്പാനും അവനും പറഞ്ഞത്. കാരണം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറിയിട്ട് മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ളതല്ല ഒരു യൂട്യൂബ് ചാനൽ. പലവരുടെയും ചിന്ത ഒരു മോണിറ്റേഷൻ കഴിഞ്ഞാൽ വാലിന് എന്തും വേണമെങ്കിലും വിളിച്ചു പറയാൻ. മനസ്സിലായോ? പക്ഷെ എല്ലാം സത്യമാണെന്ന് നിങ്ങൾ ഒരിക്കലും ചെയ്യും. അവൻ പണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നത്. പണത്തിന് വേണ്ടി ഞാൻ 3 വട്ടം ആണി അടിച്ച് പറയുന്നു. കരിപ്പൊടി എന്ന വ്യക്തി പണത്തിന് വേണ്ടിയിട്ടാണ് ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നത് എന്ന് ഞാൻ ആണി അടിച്ച് പറയുന്നു. കാരണം ഇതിന്റെ പിന്നിലൊരു വൻ മാഫിയ ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം എന്റെ ചിലപ്പോൾ ഒരു 1000 പേരായിരിക്കും കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു 500 പേരായിരിക്കും കാണുന്നത്. എനിക്കത് മതി.
ഇങ്ങനെ കിടന്നാൽ മതി, ആ തെളിവായിട്ട് എല്ലാ കാലം ലൈവിൽ ഇങ്ങനെ കിടന്നാൽ മതി. കാരണം എല്ലാരും പുറത്തു വരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എന്റെ പേരിൽ കേസ് കൊടുക്കാൻ നെട്ടോട്ടത്തിലാണ്. നെട്ടോട്ടത്തിൽ എന്ന് പറഞ്ഞ നെട്ടോട്ടം ഇവർക്ക് പാളിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടി കളമശ്ശേരിയിലോട്ട് പോയ പോക്കില് ആ പെൺകുട്ടിക്ക് മനസ്സിലായിട്ട് ആ പെൺകുട്ടി സ്വമേധയാ കേസ് പിൻവലിച്ച് ചെയ്തപ്പോ അതിൽ ഇവരുടെ പേര് ഇൻവോൾവ് ആയി. ആരുടെ ഈ കാദർ കരിപ്പൊടിന്റെയും പവിത്രയുടെയും പേര് ഇൻവോൾവ് ആയപ്പോ അവർക്ക് പേടി വിടും. അവർക്ക് പേടി. കാരണം ഇത്രക്ക് പബ്ലിക്കായിട്ട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ട് പോലും പ്രതികരിക്കാൻ തയ്യാറാകത്ത ഈ കാദർ കരിപ്പൊടിക്ക് പറയാനൊന്നുമില്ല, ചെയ്യാനൊന്നുമില്ല. ഇനി പുതിയത് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം. അവനക്ക് ഉണ്ടാക്കിയിട്ട് വേണം. മനസ്സിലായോ? പുതിയത് എന്തെങ്കിലും. കാരണം അവന്റെ അടുത്ത് ഒരു തെളിവില്ല. പക്ഷെ അവൻ പൈസ അയച്ചു കൊടുത്തതിന്റെ തെളിവ്, അതേപോലെ ഭീഷണിപ്പെടുത്തിന്റെ തെളിവ്, എല്ലാ തെളിവുകളും എന്റെ അടുത്ത് ഭദ്രമായിട്ട് ഞാൻ കോടതിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇടുമ്പോ തന്നെ അവന് പേടിയാവുന്നുണ്ട്. അപ്പൊ ഇവനെന്താ ചെയ്യുന്ന വെച്ചാൽ എനിക്കെതിരായിട്ടുള്ള ഈ പവിത്രനൊക്കെ യൂസ് ചെയ്തിട്ട് പോസ്റ്റ് അടിയിപ്പിക്കുക. കാരണം അവൻ ഡയറക്റ്റ് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അവൻ വിളിച്ച് ചിലപ്പോൾ പറയും നിങ്ങൾ കാരണമല്ലേ ഞാൻ ഇതിലൊക്കെ ഇറങ്ങിയത്, എന്നെ മാനഹാനിന്ന് രക്ഷപ്പെടുത്തേണ്ട കടന്നു നിങ്ങൾക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഭയങ്കര ഭീഷണിയായിരിക്കും. മനസ്സിലായോ? എങ്ങനെയുണ്ട് ഇപ്പൊ കഥ? ആതിരാമുല്ലകൾ പൂക്കും യമുനാറിൻ തീരത്ത് മുത്തേ നീ പോരാമോ. പറയുന്നത് പറയട്ടെ, എല്ലാം കാണും പഠിച്ചോണ്ടെന്ന് പറയാം. സത്യം എല്ലാം അറിയുന്നവരെ ക്ഷമിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. കാരണം എനിക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ മാത്രമേ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. മനസ്സിലായോ? എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞ് പുറലോകത്ത് എത്തിക്കണം. അല്ലെങ്കിൽ എത്തിച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ കാദക്കരിപ്പൊടി എന്താണ് എന്നുള്ളത്, വ്യക്തി എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അത് മനസ്സിലാക്കി തരലാണ് എന്റെ പണി. അവനിങ്ങനെ ഇതിനു വേണ്ടി എന്ത് വലിയ കൽത്തുമെങ്കിൽ എന്നെ അടച്ചിട്ടാല് നമുക്ക് ഇടും. യൂട്യൂബ് ലൈവ് ഉണ്ടാകും. യൂട്യൂബ് ലൈവ് അവനിങ്ങനെ എത്ര വലിയ കൽത്തുമെങ്കിൽ എന്നെ അടച്ചിട്ടാലും ഞാനിത് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഉള്ള പറയാം, ഞാൻ പുറത്ത് കൊണ്ടുവരുന്നത് ചെയ്യും. കാരണം എന്താ വെച്ചാൽ എനിക്കിത് പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ചെയ്തേ പറ്റൂ. കാരണം നാളെ ഇവന് ഇതേപോലെ ഓരോരോ പെൺകുട്ടികളെ കൊണ്ട് ഇതേപോലെ റൂം ഓൻ കാണിച്ചു കൊടുക്കും, പണം കൊടുത്ത് വേറെ പെൺകുട്ടികളെ കൊണ്ട് എന്റെ പേരിൽ കേസ് എടുപ്പിച്ചാൽ എനിക്ക് എന്റെ ഭാഗം ക്ലിയർ ചെയ്തേ പറ്റൂ. അപ്പൊ ഞാൻ പുറത്ത് കൊണ്ടുവരാത്ത കാര്യങ്ങൾ പോലും പുറത്ത് എനിക്ക് കൊണ്ടുവരണം. അത് എനിക്ക് നന്നാവാനോ അല്ലെങ്കിൽ നല്ല പുള്ള ചമയാനോ അല്ലെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കാനോ ഇത് വായിച്ച് വീട്ടിക്ക് ചോറ് വാങ്ങാനോ അരി മേടിക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. കാരണം കാദർ കരിപ്പൊടി എന്ന് പറഞ്ഞ അവൻ എന്തൊക്കെ ചെയ്യും, ഒരാളുടെ ജീവിതം തകർക്കാൻ അല്ലെങ്കിൽ ഒരാളെ നശിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് അത് കാണിച്ചത്. കാരണം എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം പെണ്ണുങ്ങളാണ് ഫോളോവേഴ്സ്, സബ്സ്ക്രൈബർ ആയാലും എല്ലാം ആയ പെണ്ണുങ്ങളാണ്, ഫുൾ പെണ്ണുങ്ങൾ. ആ പെണ്ണുങ്ങൾ എന്നുള്ള രീതിയിൽ അവൻ മുതലാക്കുക. അതായത് വഴങ്ങാത്ത ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് വഴങ്ങാത്ത ആൾക്കാരെ പണം കൊടുക്കുക. ഇതൊക്കെ അവൻ ചെയ്യുന്ന കലാപ്രകൃതിയാണ് അവൻ. കാരണം നാളെ നിങ്ങൾക്കും ഉണ്ടാവും, നിങ്ങളെ ആൺകുട്ടികളല്ലേ, ചിലപ്പോൾ നിങ്ങളെ വീട്ടിലുള്ള മക്കൾക്കെതിരെയും ചിലപ്പോൾ അവൻ വരും. അവൻ പറയുന്നത് എല്ലാം തുപ്പലം വിഴുങ്ങാണ്ട് നമ്മൾ വിശ്വസിക്കുമ്പോൾ അവൻ പറയുന്ന അവന്റെ ഉമ്മയും ബാപ്പിയും പാവം. പക്ഷെ നമ്മളെ ബാപ്പിയും ഒന്നും പാവങ്ങളല്ലേ, നിങ്ങളെ ഉമ്മയ്ക്കും പാവങ്ങളല്ലേ. എല്ലാവർക്കും അവനാന്റെ ബാപ്പിയും ഉമ്മയും ഒക്കെ പാവങ്ങളാണ്. അതിപ്പോ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മോനും നോക്കി നിൽക്കൂല. ഒരു ഉമ്മാനെ പറ്റി പറയുമ്പോ ഒരു മോനും നോക്കി നിൽക്കൂല. ഒരു ബാപ്പാനെ പറ്റി പറയുമ്പോ ഒരു മോനും നോക്കി നിൽക്കൂല. ഒരു വീട്ടില് ഒരു വീട്ടില് നമ്മളൊരു ചോരനെ തൊട്ട് കളിക്കുമ്പോ ഒരു മനുഷ്യനും നോക്കി നിൽക്കൂല. സത്യല്ലേ? നോക്ക്, ആ പെൺകുട്ടിന്റെ ഈ കമന്റ് നോക്ക്. അവരൊക്കെ കൊണ്ട് എനിക്ക് വീട്ടിൽ ഫോൺ വരെ വാങ്ങി വെച്ച് ഇപ്പൊ 2 മാസമായിട്ടാണ് ഫോൺ തന്നത്. ഹായ് കാക്കു, യെസ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവരെത്ര ആൾക്കാരെ ദ്രോഹിക്കുന്നുണ്ട്. ഇതേപോലെ എത്ര ആൾക്കാരെ ഇവര് ടോർച്ചർ ചെയ്തിട്ടുണ്ടോ. കാദർ കരിപ്പൊടി എന്ന് പറഞ്ഞ നായ എത്ര ആൾക്കാരെ ടോർച്ചർ ചെയ്തിട്ടുണ്ടോ. അതൊന്ന് ആലോചിച്ച് നോക്കി. ഒരാണും പെണ്ണും കെട്ട കളിയല്ലേ കാദർപ്പൊടിയിലേക്ക്. നമുക്ക് ഈ എന്തെല്ലാം മൈൻഡ് ചെയ്യാം, ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യുന്നുണ്ടല്ലോ. എത്ര ആൾക്കാരെ ഓണി അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ടോ. അതൊന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് എന്റെ കാര്യങ്ങൾ മിണ്ടാൻ പറ്റൂല, എന്റെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. എന്റെ കാര്യങ്ങൾ അപ്പം പറയാൻ കേസ് വരുന്നുണ്ട്, കേസ് കൊടുക്കും. ഒരു ചെന്നൈത്തെ കേസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തൊട്ടമില്ല ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ചെന്നൈയിൽ നിന്ന് കേസ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾ ആലോചിച്ചു. ആ പെൺകുട്ടീനെ നല്ല മനസ്സ്, ആ പെൺകുട്ടി വിളിച്ച് കാര്യം എന്ന് വിളിച്ച് പറഞ്ഞു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ.
കാരണം ഞാൻ ഈ മനുഷ്യനല്ലേ, എനിക്ക് ജീവിക്കണ്ട. ഇവരെ പേടിച്ചാണ് നാട് വിടാനോ അതോ മരിക്കാനോ ഒന്നും പറ്റൂലല്ലോ. കാക്കിയിട്ട് ചില പോലീസുകാർ അവരെ കൂടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നീതിപീഠമൊന്നും അവരെ കൂടെ ഉണ്ടാവില്ല. ഇന്ന് നോക്കുന്നു മനുഷ്യൻ. സുഖല്ല എനിക്ക് BTS ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരുണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് നാട് വിട്ടു പോകാനൊന്നും കഴിയൂല. കാരണം കാദർ കരിപ്പൊടി പറയുന്നുണ്ട് തിരൂരിന് തല്ലി ഓടിച്ചു. 2022 പോലീസുകാരായിട്ടുണ്ടായ ഒരു പ്രശ്നം അവൻ ഈ 2025 നടന്നതാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി എടുക്കുമ്പോ അതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ആരും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഈ തല്ലി ഓടിച്ച തിരൂരിൽ തന്നെയാണ് ഞാൻ പോണതും വരുന്നത്. ഞാൻ അവനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇത് നോക്ക്, ആ പെൺകുട്ടി പറയുന്നത് നോക്കി, ആ പെൺകുട്ടി പറയുന്നത് എന്താ സ്റ്റാറ്റസ് ഒക്കെ എനിക്ക് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് എന്റെ പ്രശ്നങ്ങൾക്ക് പറയും ഈ ഇന്നോട് ഞാൻ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് 2022 നടന്ന സാധനം ഞാൻ അവനെ ഓപ്പൺ ആയിട്ട് ഞാൻ അവനെ പബ്ലിക്കായിട്ട് അവനെ വെല്ലുവിളിക്കുന്നുണ്ട്. ഈ തിരൂര് വായോ, തിരൂര് വന്നിട്ട് എന്നെ തിരൂര് ആരാ അടിച്ചു ഓടിപ്പിച്ചെന്നുള്ള ഈ ഒന്ന് കാണിച്ചാൽ ഞാൻ തിരൂര് തന്നെ ഉണ്ട്. അപ്പം രാത്രി എന്തോ വന്നിട്ട് ഏതോ കാലം വന്നു പോയതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ വിട്ടെന്നിട്ട് ഞാൻ പറയാൻ തിരൂരുണ്ട്. ഊളയല്ല അവന് ഊളല്ല, ശരിക്കും ഒരാണും പെണ്ണും കേട്ടൊരു നായല്ല അവൻ. കാരണം അവൻ സത്യങ്ങൾ ഒരിക്കലും പറഞ്ഞു, എന്റെ ഉമ്മ പറഞ്ഞ സത്യങ്ങൾ മുഴുവൻ അവൻ പറഞ്ഞിട്ടില്ല. അവനക്ക് വേണ്ടപ്പെട്ട ഭാഗങ്ങൾ മാത്രം അവൻ കട്ട് ചെയ്തിരുന്നു. അപ്പൊ അവൻ അതിനേക്കാൾ നല്ല രീതിയിൽ മോശപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. പക്ഷെ അവന്റെ ഭാഷ നമ്മൾ കൈയെടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ആ തള്ളക്ക് ജീവിച്ചിരിക്കാൻ പറ്റൂല. അജാതിയാണ് അവന്റെ ഭാഷ. അവന്റെ ഭാഷയിൽ ഞാൻ അതേപോലെ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കൂല. പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനും പ്രതികരിച്ചു. കാരണം എല്ലാ പോലീസ് സ്റ്റേഷനിലും അവന്റെ പേരിൽ കേസുണ്ട്. ഇപ്പം ഫോൺ ഓൺ ആക്കുന്നില്ല, നോർമൽ ഫോണിൽ ഫോൺ ഓൺ ആക്കുന്നില്ല. ഫോൺ ഓൺ ആക്കാത്ത കളിയായതുകൊണ്ട് ഇവർക്ക് ലൊക്കേഷൻ കിട്ടുന്നില്ല. എല്ലാ പോലീസ് സ്റ്റേഷനിലും കേസ് നോക്കിയാണ് അവന്റെ പേരിൽ. തിരൂരുണ്ട്, മലപ്പുറം SP ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്, ഇനി തിരുവനന്തപുരത്തുണ്ട്, ഇനി താന്നൂര് കൊടുക്കും, ഇനി കോട്ടക്കല്, എല്ലാ സ്ഥലത്തും ഞങ്ങൾ കേസ് കൊടുക്കുന്നുണ്ട്. കാദർ കരിപ്പൊടി ഹാജരാകുന്നുണ്ട്. അതായത് മനസ്സിലാക്കി. അവൻ വിളിക്ക് എന്ന് പറയുമ്പോൾ അവൻ വാട്സപ്പിലാണ് കോൾ എടുക്കുന്നത്. നോർമൽ കോൾ എടുക്കാനുള്ള ചങ്കൂറ്റം പോലും അവന് ഇല്ല. പേടിയാണ്, പേടി. ഇപ്പോ ഓൻ നടത്തുന്നതൊക്കെ സ്കാം അല്ല, ഓൻ നടത്തുന്നതൊക്കെ നല്ലത്, നമ്മൾ ചെയ്യുന്നതൊക്കെ സ്കാം. ഓൻ ഇപ്പൊ ഒരു പറഞ്ഞല്ലോ എന്താണ്, കുട്ടികളെ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി നിശാൽ അതിൽ നിന്ന് 1 രൂപ എടുത്ത് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നിശാൽ കുഞ്ഞു നിൽക്കാൻ എന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, അതിൽ നിന്ന് ഒരു നയാ പൈസ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി പണം പിരിച്ച അക്കൗണ്ടിലോട്ട് പോകുക എന്നല്ലാണ്ട് ഒരു നയാ പൈസ നിശാലിന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. നിശാലിന് അതിന്റെ ആവശ്യമില്ല. മനസ്സിലായല്ലോ? നിശാലിന് അങ്ങനെ വേണമെങ്കിൽ നിശാലിന്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും കൊടുത്ത് നിശാലിന് അങ്ങനെ പിരിച്ചുണ്ടാക്കിയാൽ മതി. ഈ ആയിരിക്കും നാട്ടുകാരെ പറ്റിച്ചിട്ട് മറ്റുള്ളവരെ പറ്റിച്ചും പൈസ ഉണ്ടാക്കി ജീവിക്കുന്നതായിരിക്കും. വാട്ട് ഈസ് പ്രോബ്ലം എന്താ? യൂട്യൂബർ കാദർ കരിപ്പൊടി ഉണ്ടാക്കിയ പ്രോബ്ലംസേ ഉള്ളൂ. യൂട്യൂബർ കാദർ കരിപ്പൊടി ഉണ്ടാക്കിയ പ്രോബ്ലംസേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി. അവരിപ്പൊ ലാസ്റ്റ് ഇട്ട കമന്റ്, അതിന് ഈ കേസ് കൊടുക്കണം. സത്യം പറഞ്ഞാൽ കേസ് കൊടുക്കണം. ഞാൻ കേസ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. കാരണം 2,70,75,000 രൂപ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി എന്റെ ഇൻസ്റ്റഗ്രാം വഴിയും എന്റെ യൂട്യൂബ് വഴിയും എന്നെ വിശ്വസിച്ച അവരുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്ത പൈസ അത് എവിടെ പോയി? അഫ്സലൊക്കെ എല്ലാം ശരിയാവും. സത്യം ശരിയാവും. മൈൻഡ് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ? ഒന്നും ആലോചിച്ചു. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ കൊണ്ട് ഓൻ പറഞ്ഞ് ഞാനൊരു കൊടകിലെ പള്ളിക്ക് വേണ്ടി പൈസ പിരിച്ച് ആ പൈസ ഞാൻ പുട്ടടിച്ചത്. ആ സെക്രട്ടറിന്റെ വോയിസ്, ആ സെക്രട്ടറിന്റെ ലെറ്റർ, അവിടുത്തെ ട്രഷറിന്റെ പേപ്പർ അത് കാണിച്ചപ്പോ അവന് ഉത്തരല്ല, അത് മുട്ടി. ആ ഉത്തരം മുട്ടി. എന്റെ പ്രോബ്ലംസ് അറിയില്ലല്ലോ. കേൾക്കുന്നില്ല തിരെ. റിലാക്സ് ആയിട്ട് കാര്യം എങ്ങനെയാ അത് പ്രതികരിക്കാതിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ എങ്ങനെ അത് പ്രതികരിക്കാതിരിക്കും? 1-2 വട്ടല്ല. കാരണം എന്താ വെച്ചാൽ അപ്പൊ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ, പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി പണം പിരിച്ച പൈസയാണ് ഞാൻ പൈസ എടുത്തു എന്ന് പറയാൻ എന്തൊരു അധികാരത്തിലാണ് അവൻ പറയുന്നത്? പറയട്ടെ, നിങ്ങൾ ധൈര്യമായി വിഷാദം ഇപ്പോഴും ചൂടാകുന്നതും ചൂടായതല്ല. ഒന്ന് ആലോചിച്ചു. ഓനിക്ക് എന്ത് ധൈര്യത്തിലാണ് അവൻ കമന്റ് ഇട്ടത്? ഈ നീതിപീഠം അല്ലെങ്കിൽ ഈ കാക്കിയിട്ട് ഏതെങ്കിലും 2 പോലീസുകാർ അവന്റെ ചുക്കളിയിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവരെ പേടിച്ചിരിക്കണം. വാട്ട് യു ആർ സേയിങ്, ഐ ഡോണ്ട് പ്ലീസ് എക്സ്പ്ലെയിൻ. ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഈ മലയാളിയാണോ? എന്നാലേ ഞാൻ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. സത്യം ഒരിക്കലും പോകില്ല. സത്യം എപ്പോഴും വഴിയുണ്ട്. സത്യം അത് സത്യമാട്ടോ. കാരണം അവന്റെ വായിൽ നിന്ന് തന്നെ അവൻ കേസ് കൊടുക്കണം. കേസ് കൊടുത്താലാണ് എന്റെ പേരിൽ എങ്ങനെയാണ് ബാക്കി കേസുകൾ വന്നത് എന്നുള്ള പുറലോകം അറിയുള്ളൂ.
എന്തായിരുന്നു ആ കേസ് കൊടുക്കാനുള്ള പ്രധാന മൂല കാരണം എന്നുള്ള അറിയണമെങ്കിൽ ആ പണം എവിടെ പോയി എന്നുള്ളതിനെ അന്വേഷിക്കണം. ആ പണം എവിടെ പോയി, ആ അക്കൗണ്ടിലോട്ട് പോയ പൈസ എവിടെ പോയി. 2,75,000 രൂപ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി പിരിച്ച പൈസ. 10ആയിട്ടും 100ആയിട്ടും 1000ആയിട്ടും 2000ആയിട്ടും 10,000ആയിട്ടും 20,000ആയിട്ടും 50,000ആയിട്ടും 500ആയിട്ടും 20ആയിട്ടും 5 ഉറുപ്പ്യായിട്ടും 3 ഉറുപ്പ്യായിട്ടും 2 ഉറുപ്പ്യായിട്ടും ആ വന്ന അക്കൗണ്ട് എല്ലാ സ്ക്രീൻഷോട്ടും എന്റെ കയ്യിൽ ഭദ്രമായിട്ട് തന്നെ ഉണ്ട്. ഈ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞൊന്ന് പേടിപ്പിക്കണ്ടേ. ഞാനും അതിന് കേസ് കൊടുക്കാൻ വേണ്ടി തന്നെ നടക്കുന്നത്. നിങ്ങളെ ഒരുപാട് പേർക്ക് അതിന് പൈസ അയച്ചു തന്നിട്ടുണ്ടോ? ആ അക്കൗണ്ടിൽ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് തുണ എന്ന് പറഞ്ഞ ആപ്പിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് കേസ് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ധൈര്യം ഇങ്ങനെ ഒരു പരിപാടി നടന്നിട്ടുണ്ട്. ഈ അക്കൗണ്ടിന്റെ പേരിൽ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് തരണമെങ്കിൽ ഞാൻ തരാം. എന്നോട് ചോദിച്ചു. എന്നാലും അവന് നാളെ ഇല്ല എന്നിട്ട് പറയും ഞാൻ കുറ്റക്കാരൻ, ഞാൻ പൈസ പറ്റി. നിശാലിന് അതിന്റെ ഒരു ആവശ്യം, നിശാൽ 1 രൂപ നിശാലിന്റെ ബിസിനസ്സിന് വേണ്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ ലീഗൽ